ജനറൽ ഹേയുടെ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഷാങ്യോ അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനായി വന്നിരിക്കുകയാണ്. ഇതേ സ്ഥലത്ത് തന്നെയാണ് യാൻഷങ്ങിന്റെ അച്ഛന്റെ മെമ്മോറിയൽ ചടങ്ങ് നടക്കുന്നത്. അവൾ വന്ന സമയത്ത് തന്നെയാണ് അവന്റെ ആർമിയിലെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്ന ജനറൽസ് അദ്ദേഹത്തിന് റെസ്പെക്ട് അർപ്പിക്കാനായിട്ട് അവിടെ എത്തിയിരുന്നത്. ഷാങ്യോന്റെ മുന്നിലേക്ക് അവർ വേശിലിന്റെ ഒരു പ്രതിമ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് വേശിലിനോടുള്ള തങ്ങളുടെ വെറുപ്പ് പറ്റാവുന്നത് പോലെയൊക്കെ അവിടെ നിന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. ജനറൽ ഹേയുടെ ആത്മാവ് വേശിലിനെ കാണുകയാണെങ്കിൽ പ്രതികാരം ചെയ്യണം എന്നൊക്കെ അവർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. ഷാങ്യു ഇതെല്ലാം കേട്ട് വിഷമത്തോടെ തലകുനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ ഈ വേശ്യലിന്റെ പ്രതിമ കത്തിക്കാൻ തുടങ്ങുന്നത്. അതവൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. അവർ വേഗം അവരെ തടയുന്നുണ്ട്. അവളാണോ ഷാങ്ഷിനെ കൊന്ന ആ ഫീമെയിൽ ജനറൽ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് തടയുന്നതെന്നും ചോദിക്കുന്നു. അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് ഷാങ്യു പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി അവൾക്കെതിരെ തിരിയുന്നു. രാജ്യദ്രോഹിയായിട്ടുള്ള വേശ്യലിനെ അവൾ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവർ അവൾക്ക് ചുറ്റും നിന്ന് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾ യാൻഷു ആർമിയെയും ഷിയെ ആർമിയെയും ശത്രുക്കളാക്കുകയാണ് എന്നും അവർ പറയുന്നുണ്ട്. അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അല്ല എന്ന് ഷാങ്യു തിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഇവരത് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഇവിടെ ഈ ചെറിയ രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ യാൻഷങ് ഉച്ചത്തിൽ അവരെ വിലക്കുന്നുണ്ട്. അവനോടുള്ള ബഹുമാനം കാരണം അവരെല്ലാം തൽക്കാലം മര്യാദയ്ക്ക് അടങ്ങി നിൽക്കുന്നു. യാൻഷങ് അവളുടെ അടുത്തേക്ക് നിന്ന് അവളെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ അവൻ്റെ അച്ഛന് താൻ ഇതുവരെ മെമ്മോറിയൽ ചടങ്ങൊന്നും നടത്തിയില്ല, ശരിക്കും എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഷാങ്യോ പറയുന്നു. പക്ഷെ അവൾ അത് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ ജനറൽസ് എല്ലാം കൂടി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. യാൻഷങ്ങിന് അവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററി ഓർഡർ നൽകുന്നത് പോലെ ഓർഡർ നൽകേണ്ടി വരുന്നു. എന്നിട്ട് അവരെല്ലാം മര്യാദയ്ക്ക് അവിടെ അടക്കിയിരുത്തിയിട്ട് ഷാങ്യോനെയും കൊണ്ട് അവൻ മുന്നിലേക്ക് നിന്ന് അവൻ്റെ അച്ഛൻ്റെ മുന്നിൽ അവൾ ആഗ്രഹിച്ചതുപോലെ മെമ്മോറിയൽ ചടങ്ങ് നടത്തുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോയ ശേഷം അവൻ ഷാങ്യുവിൻ്റെ മുറിയിലേക്ക് നിന്ന് അവളിപ്പോൾ ഓക്കെ ആയോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷേ ഈ സമയത്ത് ഷാങ്യോ അവനെ ഗ്രീറ്റ് ചെയ്തത് അവൻ മാർക്കിസാണ് എന്നുള്ള രീതിയിൽ ബഹുമാനം കാണിച്ചുകൊണ്ടായിരുന്നു. നീ ഇപ്പം എന്നെ എന്താ വിളിച്ചതെന്ന് അവൻ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഷാങ്യു പിന്നെയും അങ്ങനെ തന്നെ വിളിച്ചപ്പോൾ നീ ഇത്രയും നേരം ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് നിനക്ക് കിട്ടിയ ഉത്തരം ഇതാണോ? ഈ വിളി കേൾക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുള്ളതുപോലെ തോന്നുകയാണ് എന്ന് അവൻ പറയുന്നു. അങ്ങനെ ഒത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ മാസ്റ്ററുടെ കീഴിൽ പഠിച്ചവരല്ലേ, അതുകൊണ്ട് എന്നെ ജൂനിയർ എന്ന് വേണമെങ്കിൽ വിളിച്ചോളാൻ ഷാങ്യു പറയുന്നുണ്ട്. യാൻഷിങ്ങിന് ഇത് കേട്ടപ്പോൾ ദേഷ്യം സഹിക്കറിയാതെ അവൻ മുന്നോട്ട് നിന്ന് അവളുടെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്ന ആ സ്ക്രീൻ എടുത്ത് മാറ്റാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഷാങ്യു പെട്ടെന്ന് തടഞ്ഞുകൊണ്ട് ആ സ്ക്രീനിൽ കയറി പിടിക്കുന്നു. ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇങ്ങോട്ടേക്ക് അതിക്രമിച്ച് കിടക്കുന്നത് ശരിയല്ല എന്ന് അവൾ പറയുന്നു. നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് എനിക്ക് ഏകദേശമൊക്കെ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ലോകത്ത് ഒന്നിനും നമ്മളെ തമ്മിൽ അകറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം നീ അറിഞ്ഞിരിക്കണം എന്നവൻ പറയുന്നു. ഈ പ്രശ്നം കാരണം നിനക്ക് നീ യാൻഷു ആർമിയുടെ കമാൻഡർ ആവാൻ പറ്റാത്ത രീതിയിലുള്ള സീരിയസ് പ്രശ്നമാണെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ഷാങ്യു അപ്പോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ആർമിയുടെ കമാൻഡർ ആവണോ വേണ്ടോ എന്നുള്ളത് എൻ്റെ കഴിവിനെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത്. വേറെ ഒന്നിനും അതുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് അവൻ പറയുന്നു. മിലിറ്ററിയുടെ കാര്യങ്ങളെല്ലാം നിനക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റുമെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവന് മറുപടി പറയാൻ പറ്റുന്നില്ല. പിന്നെ പതുക്കെ അവൻ ആ സ്ക്രീനിൽ പിടിവിടുന്നുണ്ട്. എനിക്ക് റെസ്റ്റ് എടുക്കണം, അതുകൊണ്ട് തൽക്കാലം അവനോട് പോവാൻ അവൾ പറയുന്നുണ്ട്. യാൻഷൻ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഷാങ്യു പിന്നെ അങ്ങോട്ട് ആകെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിൽ തന്നെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. അവളിപ്പോൾ പുറത്തേക്കൊന്നും അധികം ഇറങ്ങുന്നതേ ഇല്ല. എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യം ചിന്തിച്ചൊക്കെയാണ് അവളുടെ ഇരിപ്പ്. ശരിക്കും അച്ഛൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിച്ചതെന്നുള്ള ചിന്ത അവളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ് ബാബോയും വേറെ കുറേ സൈനികരും എല്ലാം കൂടി അവളുടെ റൂമിലേക്ക് വരുന്നത്. ജനറൽ എന്ന് വിളിച്ചാണ് അവർ അവളോട് സംസാരിക്കുന്നത്. അവളുടെ കണ്ടീഷൻ ഓക്കെ ആവുന്നത് വരെ ഈ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അവളുടെ പരിക്കുകളൊക്കെ ഭേദമായിരിക്കുന്നുവെന്ന് കണ്ട് ഈ വിജയം ആഘോഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിരുന്നു അവർ വന്നത്. അവരിങ്ങനെ ജനറൽ എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ എന്നെ അങ്ങനെയൊന്നും വിളിക്കേണ്ട എന്ന് ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അവളുടെ ഇപ്പോഴത്തെ ധീരതയൊക്കെ വെച്ചിട്ട് ആ പേരിന് അവൾ അർഹയാണ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നു. അവരുടെ സന്തോഷത്തിന് വേണ്ടി ഷാങ്യു അവർക്കൊപ്പം വൈൻ കഴിക്കുന്നു. ഈ സമയത്താണ് കാങ്ങിൻ്റെ പേരക്കുട്ടി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ലീ അവളെ കാത്ത് പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറയുന്നത്. അവനോട് അകത്തേക്ക് വരാൻ പറയാൻ ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്ന കണ്ടീഷൻ അല്ല എന്ന് അവൻ പറയുന്നതിനാൽ അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. ലീ അവളുടെ മുറിക്ക് പുറത്തായിട്ട് വന്ന് മുട്ടുകുത്തിയിരിക്കുകയാണ്. അവൻ്റെ പുറത്ത് മുള്ളുള്ള കുറച്ച് കമ്പൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ബാക്കിയുണ്ടായിരുന്ന സൈനികരൊക്കെ അവിടെ നിന്ന് പതുക്കെ മാറിക്കൊടുക്കുന്നു. ഷാങ്യുവിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത് ലീക്ക് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെല്ലാം അത് കാണാത്തതുപോലെ അവിടെ നിന്ന് മാറുന്നത്. മുമ്പ് ഷാങ്യുവിനോട് അങ്ങനെ മോശമായിട്ട് പറഞ്ഞതിനൊക്കെ സോറി പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ലീ വന്നത്. തൻ്റെ പുറത്ത് കെട്ടിവെച്ചിരുന്ന ആ മുള്ളുള്ള കമ്പുകളെടുത്ത് അവൻ അവൾക്ക് നീട്ടിയിട്ട് ഇതുകൊണ്ട് തന്നെ ശിക്ഷിച്ചോളാൻ പറയുന്നു. അല്ലെങ്കിൽ തനിക്ക് തൻ്റെ മാസ്റ്ററെ പിന്നീട് ഒരിക്കൽ ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവൻ്റെ ഏറ്റവും വലിയ വിഷമം. ഷാങ്യു ചെന്ന് ആ വടി മേടിച്ച് കുത്തിയൊടിച്ച് കളയുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് മുള്ളൊക്കെ അവളുടെ കയ്യിൽ കൊള്ളുന്നുമുണ്ട്. അവൻ്റെ അന്നത്തെ സിറ്റുവേഷനിൽ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, താനതൊക്കെ മറന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവൾ അവനോട് എഴുന്നേക്കാൻ പറയുന്നുണ്ടെങ്കിലും ആദ്യം ലീ അത് സമ്മതിക്കുന്നില്ല. പിന്നെ അന്ന് അവനെ ബോധം കെടുത്തിയത് താൻ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് രണ്ടുപേരെയും തെറ്റുകൾ തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞു എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ പിന്നെ അവനും അംഗീകരിക്കുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്നറിയാൻ
ബാബുവൊക്കെ അവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഷാങ്യു അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവർക്കിടയിലുള്ള പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ഷാങ്യു റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് പ്രിൻസസ് അങ്കിൾ സാഹോയും ഷാങ്ങിങ്ങിനെയും ഒക്കെ തിരികെ അയച്ചിരുന്നല്ലോ. പക്ഷേ ലീനാനിലേക്ക് അയക്കാതെ ആൻറ്റിയെ കൂടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു വീടൊക്കെ കൊടുത്ത് അവിടെയാണ് പ്രിൻസസ് അവർ താമസിപ്പിച്ചിരിക്കുന്നത്. അവരുടെ സഹായത്തിനായിട്ട് കുറച്ച് സൈനികരും അവിടെ ഉണ്ട്. ബാവറെ യാൻഷങ് അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ സൈനികരൊക്കെ അവിടെ നിർത്തിയിരിക്കുന്നത്. അവിടേക്ക് ഷിയാനും എത്തുന്നുണ്ട്. തങ്ങളുടെ വീട്ടിലെ ഒരാൾ കൂടി തിരികെ വന്ന സന്തോഷത്തോടെയാണ് ആൻറ്റിയും അങ്കിളുമൊക്കെ അവളെ വെൽക്കം ചെയ്യുന്നത്. ഷാങ്യുവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഷിയാൻ അവരോട് പറയുന്നുണ്ട്. എന്തായാലും തൽക്കാലത്തേക്ക് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ സേഫായിട്ടിരിക്കുകയാണ്. ഷാങ്യുവിൻ്റെ മൂഡ് ഓഫ് ഒക്കെ കുറച്ച് മാറി വരുന്നതിനാൽ അവൾ അവിടുത്തെ സൈനികർക്ക് വേണ്ടിയിട്ട് മീറ്റൊക്കെ വെച്ചിട്ട് എന്തോ സ്പെഷ്യൽ ഡിഷ് റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഷിയേഷി വന്നിട്ട് നീ ഇതുവരെ പോയില്ലെന്ന് ചോദിച്ചുകൊണ്ട് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. കൊട്ടാരത്തിൽ നിന്ന് രാജാവിൻ്റെ കുറച്ച് ഓർഡേഴ്സുമായിട്ട് കുറച്ച് പേർ വന്നിരിക്കുന്നു. അതിൽ കൊട്ടാരത്തിൽ ഒരു പ്രധാന സെർവൻ്റ് ഉണ്ട്. അയാളാണ് രാജകൽപ്പനകളോട് വന്നിരിക്കുന്നത്. 3 മെയിൻ ഓർഡേഴ്സാണ് രാജാവ് കൊടുത്തു വിട്ടിരിക്കുന്നത്. അത് വായിച്ചു കേൾക്കുന്നതിന് മാർക്കിസും കൂടി അവിടെ വേണം. അതുകൊണ്ട് മാർക്കിസിനെ വെയിറ്റ് ചെയ്ത് അയാൾ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ അവനിപ്പോൾ എത്താൻ സാധിക്കുകയില്ല. അത്യാവശ്യമായിട്ട് കുറച്ച് മിലിറ്ററി കാര്യങ്ങൾ ഡീൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് വരാൻ താമസിക്കുമെന്ന് മറ്റൊരു സെർവൻ്റ് വന്ന് പറഞ്ഞപ്പോൾ ബാക്കി 2 ഓർഡേഴ്സ് ആദ്യം വായിക്കാം, മാർക്കിസിനുള്ളത് അവസാനം മാർക്കിസ് എത്തിയിട്ട് വായിക്കാമെന്ന് പറഞ്ഞ് അയാൾ ബാക്കിയുള്ള ഓർഡേഴ്സ് വായിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. കുറേ നേരമായിട്ട് ഇയാൾ ഈ ഓർഡർ വായിക്കുന്നത് കേൾക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വെയിറ്റിംഗ് ആണ്. അങ്ങോട്ടേക്കാണ് ഷാങ്യുവിനെയും കൊണ്ടുപോയത്. എത്ര സമയം അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വരുമെന്നാണ് ഷാങ്യു ആദ്യം അന്വേഷിച്ചത്. അവിടെ ഓരോ നിമിഷം ഇരിക്കുന്തോറും അടുപ്പിൽ കിടക്കുന്ന ആളുടെ കറി കരിയും. അതാണ് അവളുടെ ടെൻഷൻ. ബാബുവും സംഘവും ഒക്കെ അവിടെ മുട്ടുകുത്തിയിരിപ്പുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് അവരൊക്കെ എങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇനി എത്ര നേരം കൂടി ഇരിക്കേണ്ടി വരുമെന്ന് അറിയില്ല എന്നൊക്കെ മാനു പറയുന്നു. എന്തായാലും ഷാങ്യു എത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മെയിൻ സെർവൻ്റ് പുറത്തേക്ക് ഇറങ്ങി വന്ന് രാജാവിൻ്റെ ആദ്യത്തെ ഓർഡർ വായിക്കുന്നു. ആദ്യത്തെ ഓർഡറിനകത്തുണ്ടായിരുന്നത് യുദ്ധം ജയിക്കാനായിട്ട് സഹായിച്ച മിലിറ്ററി ഓഫീഷ്യൽസിനെ അഭിനന്ദിച്ചിട്ടുള്ള മെസ്സേജൊക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്തെ ശക്തമായി ചേർത്തുകൊണ്ട് ജീവൻ വെടിഞ്ഞ ജനറൽ ഹേയ്ക്ക് മരണാനന്തര ബഹുമതിയായിട്ട് കുറച്ചുകൂടി ഉയർന്ന ഒരു പദവി നൽകുന്നതായിട്ടും അതേപോലെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ രാജ്യത്തിൻ്റെ എല്ലാ ബഹുമതികളോടും കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടും രാജ്യം മുഴുവൻ ദുഃഖം ആചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതേപോലെ യുദ്ധത്തിൽ മികച്ച സംഭാവന നൽകിയ ലീക്ക് ആർമിയുടെ ഡിസിപ്ലിൻ മാസ്റ്ററായിട്ട് പ്രമോഷൻ നൽകുന്ന കാര്യവും അവന് കുറേ സ്വർണവും വെള്ളിയും ഒക്കെ സമ്മാനമായി നൽകുന്ന കാര്യവുമൊക്കെ ആദ്യത്തെ ഓർഡറിലുണ്ടായിരുന്നു. അത് വായിച്ച ശേഷം ആ സെർവൻ്റ് ലീക്ക് നൽകുന്നു. രണ്ടാമത്തെ ഓർഡറിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തിരുന്നത് ഷാങ്യുവിനെ ആയിരുന്നു. അത് വായിച്ചു തുടങ്ങിയ ശേഷം ഷാങ്യു ഇരുന്ന ഭാഗത്തേക്ക് അയാൾ നോക്കിയപ്പോഴാണ് അവിടെ അവളില്ല എന്ന് കാണുന്നത്. ഷാങ്യു എവിടെയെന്ന് അയാൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ എവിടെ പോയെന്ന് ആരും കണ്ടിരുന്നില്ല. പിന്നെ അവളില്ലാതെ തന്നെ അയാൾ അത് വായിക്കുന്നു. ഇതിന് കുറച്ച് അപ്പുറത്തായി നിന്ന് യാൻഷങ്ങും സൂനും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ മികച്ച സംഭാവന നൽകിയ ഷാങ്യുവിനെ 5th റാങ്കിലുള്ള ജൂനിയർ കമാൻഡൻ്റായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അത്. അവൾക്ക് മാത്രമല്ല, അവളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന സബോർഡിനേറ്റ്സിനെല്ലാം പ്രമോഷനും അതുപോലെ അവൾക്ക് 100 സ്വർണ്ണ നാണയങ്ങളും 500 വെള്ളി നാണയങ്ങളും ഒക്കെ സമ്മാനമായിട്ടും എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചു കേട്ടപ്പോൾ ബാവുയും സംഘവും ഒക്കെ ശരിക്കും ഹാപ്പി ആവുന്നുണ്ട്. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജീഷു ആർമിയുടെ ഇപ്പോഴത്തെ തലവൻ ജനറൽ ഹേ ആയിരുന്നല്ലോ. അദ്ദേഹം മരിച്ച സ്ഥിതിക്ക് ആ സ്ഥാനത്തേക്ക് ലീയെ പ്രൊമോട്ട് ചെയ്യുന്നു. ലീയെ മാത്രമല്ല, അവൻ്റെ ഡെപ്യൂട്ടി ആയിട്ട് ഷാങ്യുവിനെ കൂടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നതായിട്ടും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗം വായിച്ചപ്പോൾ യാൻഷങ് അത് ഇഷ്ടപ്പെടാത്തതുപോലെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലീക്കും അത് വായിച്ചു കേട്ടപ്പോൾ നല്ല നിരാശ ഫീൽ ചെയ്യുന്നുണ്ട്. ഷാങ്യു അവിടെ ഇല്ലാത്തതുകൊണ്ട് ലീയോട് തന്നെ ആ ഉത്തരവ് വാങ്ങിക്കാനായിട്ട് ആ സെർവൻ്റ് പറയുന്നു. അങ്ങനെ ലീ ആണത് വാങ്ങിയത്. ഓർഡറൊക്കെ വായിച്ചു കഴിഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ബാബുവും സംഘവും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ സന്തോഷ പ്രകടനമൊക്കെ തുടങ്ങിയിരുന്നു. ഷാങ്യു ഒരു ഒഫീഷ്യൽ ആയതിൻ്റെ സന്തോഷമാണ് അവർക്ക്. അവിടെ വന്ന ആ സെർവൻറ്റിന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇത്ര മര്യാദയില്ലാത്ത സോൾജേഴ്സിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇവന്മാർ എങ്ങനെയാണ് ലോഷാങ്ഷിനെ തോൽപ്പിച്ചത് എന്നൊക്കെ പിറുവിറുത്തോണ്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ഷാങ്യു അടുപ്പിൻ്റെ കീഴിൽ കുത്തിയിരുന്ന് തീ ഊതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് സോൾജേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ കമാൻഡൻ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഷാങ്യുവിന് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴേക്കും ബാബുവും സംഘവും ഓടി വന്നിട്ട് അവളോട് വിവരം പറയുന്നുണ്ട്. അവളിപ്പോൾ ഒരു 5th റാങ്ക് ഒഫീഷ്യൽ ആയിരിക്കുന്നു. ഈ ഡൈനാസ്റ്റി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫീമെയിൽ ജനറൽ ഇത്ര ഉയർന്ന റാങ്കിലെത്തുന്നത്. ഇനി മജിസ്ട്രേറ്റ് പോലും അവളെ കാണുമ്പോൾ 3 വട്ടം വണങ്ങിയ ശേഷം മാത്രമേ സംസാരിക്കാൻ പോലും പറ്റുകയുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഷാങ്യുവിനും സന്തോഷമാവുന്നു. ഈ സന്തോഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ പേര് ചേഞ്ച് ചെയ്യുകയാണെന്ന് ബാബു ഈ സമയത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഓരോ പുതിയ പേരും പറയുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാൻഷാൻ, മണ്ടൻ എന്നൊക്കെയാണ് അവൻ പുതിയതായിട്ട് പേരിട്ടിരിക്കുന്നത്. എന്തായാലും ഈ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഞാൻ സ്റ്റൂ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഷാങ്യു താൻ ഉണ്ടാക്കിയിരുന്ന ഫുഡ് എല്ലാവർക്കുമായി സെർവ് ചെയ്യുന്നു. ലീ കുറച്ച് ദൂരത്തായി നിന്ന് ഇത് വാച്ച് ചെയ്തിട്ടാണ് അവൻ്റെ റൂമിലേക്ക് പോകുന്നത്. അവൻ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി യാൻഷങ് ഇരിപ്പുണ്ട്. ജനറൽ ഹേ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക്
ലീയെ നിയമിക്കുമെന്നായിരുന്നല്ലോ ലീ ഒക്കെ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ്റെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് പകുതി അധികാരം ഷാങ്യുവിന് കൂടി നൽകിയിരിക്കുകയാണ്. അതിൽ അവന് നിരാശയുണ്ടോ എന്ന് യാൻഷങ് അവനോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ലീ പറയുന്നുണ്ട്. പിന്നെ ജനറൽ ഹെയുടെ സ്ഥാനത്തേക്ക് യാൻഷങ്ങിനെ നിയമിച്ചില്ലല്ലോ, അതുകൊണ്ട് അവന് പ്രശ്നമില്ലേ? എന്തുകൊണ്ടാണ് ഷാങ്യുവിനെ പോലെ ഒരു എക്സ്പീരിയൻസും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ മിലിറ്ററി പവർ കൈമാറിയെന്ന് ലീ ചോദിക്കുന്നുണ്ട്. നീയല്ലേ അവളുടെ നേട്ടങ്ങളൊക്കെ രാജാവിനെ എഴുതി അറിയിച്ചത്, അതിൻ്റെ റിസൾട്ടാണ് ഇതെന്ന് യാൻഷങ് അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നു. ഞാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഉറപ്പായും അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന് ലീ പറയുന്നു. എൻ്റെ വൈഫിന് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്കറിയാമെന്ന് യാൻഷങ് പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഫേക്ക് അല്ലായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഷാങ്യു വിവാഹം കഴിച്ചത് യാൻഷങ്ങിനെയല്ലേ? പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ യാൻഷങ്ങിനെ അവൾ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് അവൾ നിന്റെ ഭാര്യയാവുന്നതെന്ന് ലീ തിരിച്ചു ചോദിക്കുന്നു. പ്രിൻസസുമായിട്ടുള്ള നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്, ടു ടൈമിങ് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യാൻഷങ് അവിടേക്ക് ഇരിക്കുന്നു. അപ്പോഴേക്കും സുൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഷിയാനെ സേഫായിട്ട് അങ്കിൾ സാഹോയുടെയൊക്കെ അടുത്ത് എത്തിച്ചു എന്നുള്ള മെസ്സേജ് സുന്നിന് കിട്ടിയിരുന്നു. അക്കാര്യം പറയാനാണ് അവൻ മെയിനായിട്ട് വന്നത്. പിന്നെ ഗ്രാൻഡ് മാസ്റ്റർ തവോ കൊട്ടാരത്തിലേക്ക് തിരികെ പോകാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല, അതിന് രാജാവ് ഒരു പ്രശ്നമാക്കുമോ എന്നുള്ള സംശയവും സുൻ ചോദിക്കുന്നുണ്ട്. രാജാവ് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ്? അയാൾ വെറുതെ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്നല്ലേ ഉള്ളൂ, അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് യാൻഷങ് അപ്പോൾ പറയുന്നു. പിന്നെ ഷാങ്യുവിന് ഇങ്ങനെ മിലിറ്ററി പവർ നൽകിയത് ഒരു പ്രശ്നമല്ലേ, അവളുടെ സേഫ്റ്റിയെ അത് ബാധിക്കില്ലേ എന്നുള്ള സംശയവും സുൻ ചോദിക്കുന്നുണ്ട്. കാരണം ലീ ഫാമിലിയും വെയ് ഫാമിലിയും മിലിറ്ററി പവർ നേടിയെടുക്കുന്നതിന് വേണ്ടി മത്സരമാണല്ലോ. ഇപ്പോൾ പകുതി അധികാരം ഷാങ്യുവിൻ്റെ കയ്യിൽ കിട്ടിയതോടെ അത് ആര് തട്ടിയെടുക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. തൽക്കാലം അധികാരം എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഉടനെ അതിനു വേണ്ടി ഒരു മത്സരം നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് ഷാങ്യുവിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം വരില്ല എന്ന് യാൻഷങ് പറയുന്നുണ്ട്. അവളുടെ സേഫ്റ്റിക്ക് പ്രശ്നം വരില്ലെങ്കിലും അവളിപ്പോൾ സ്വർണവും കയ്യിൽ പിടിച്ച് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്, ആര് വേണമെങ്കിലും അവളെ തട്ടിക്കൊണ്ടു പോവാം. അവൾ ആകെ പ്രശ്നത്തിലാവുമല്ലോ എന്ന് സുൻ ആശങ്കപ്പെടുന്നുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോൾ ആരും അവളെ പ്രശ്നത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് യാൻഷങ് പറയുന്നു. ലീ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഷാങ്യുവിന് മിലിറ്ററി പവർ കിട്ടിയതിനെ പറ്റി തന്നെയാണ് ഷൗറാൻ അവനോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഉള്ളപ്പോൾ അവൾക്ക് മിലിറ്ററി പവർ കിട്ടിയെന്ന് കരുതി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അവളെൻ്റെ കീഴിൽ തന്നെ വെറുതെ ഒരു പോസ്റ്റിൽ ഇരിക്കുകയുള്ളൂ, എനിക്ക് വേണമെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ലീ പറയുന്നത്. ഷാങ്യു ഇങ്ങനെ കമാൻഡൻ്റായ വിവരമൊക്കെ ഷിയാനും ആൻറ്റിയും മകളുമൊക്കെ അറിയുന്നുണ്ട്. അവളുടെ നേട്ടത്തിൽ അവർക്കെല്ലാം സന്തോഷമുണ്ട്. പിന്നെ ആൻറ്റിയുടെ മെയിൻ ആശങ്ക എന്താണെന്ന് വെച്ചാൽ യാൻഷങ് ഒരു സാധാരണക്കാരനാണല്ലോ, ഷാങ്യു ഇങ്ങനെ ഉയരങ്ങളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ അവനെ മറന്ന് മറ്റാരെങ്കിലും വിവാഹം കഴിക്കുമോ? അങ്ങനെ ചെയ്യരുതെന്ന് അവളോട് പറയണം. എന്തായാലും കഷ്ടകാല സമയത്തൊക്കെ യാൻഷങ് അവൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നതല്ലേ, അപ്പോൾ അവനെ മറക്കാൻ പാടില്ല, നല്ല ജീവിതം കിട്ടുമ്പോൾ അവനെയും കൂടെ കൂട്ടണം എന്നൊക്കെയാണ് ആൻറ്റി പറയുന്നത്. ഇത് കേട്ടപ്പോൾ ഷിയാന് ചിരി വരുന്നുണ്ട്. പിന്നെ അവൻ മാർക്കിസാണ് എന്നുള്ള വിവരം ഇപ്പോൾ അവൾക്ക് ആൻറ്റിയോടും അങ്കിളിനോടും ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം അവളും ജനറൽ വുവും ഒക്കെ സ്വയം കൺട്രോൾ ചെയ്ത് ആൻറ്റിയുടെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നു. അങ്കിളിനും ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്കിൾ ആർമിയിൽ പോയിരുന്നെങ്കിലും യാൻഷങ്ങിനെ മാർക്കിസായിട്ട് അദ്ദേഹവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രിൻസസ് എന്ന ലീയുടെ മുറിവിൽ മരുന്ന് വയ്ക്കാനായി ചെന്ന സമയത്ത് അവൾക്ക് സുന്നിനോടുള്ള താല്പര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവൾ സുന്നിനെ കാണുന്നതിന് വേണ്ടിയിട്ടാണോ ഇത്ര ബുദ്ധിമുട്ടി ഈ യുദ്ധഭൂമിയിലേക്ക് വന്നതെന്ന് ലീ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ചോദിച്ചത്. പ്രിൻസസിന് അവനങ്ങനെ തന്നെ ചോദ്യം ചെയ്യുന്നത് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവൾ തിരിച്ച് അവനെയും കുത്തി ചോദിക്കുന്നു. അവന് ഷാങ്യുവിനോടൊരു താല്പര്യമുണ്ട് എന്ന് പ്രിൻസസിന് എപ്പോഴേ മനസ്സിലായിരുന്നു. വിവാഹം കഴിച്ച പെണ്ണിൻ്റെ പുറകെ നടക്കുന്നത് മര്യാദയാണോ എന്ന് പ്രിൻസസ് തിരിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. മാർക്കിസും ഷാങ്യുവും തമ്മിലുള്ള വിവാഹം ഫേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള റിലേഷനൊന്നുമില്ല, ഞങ്ങൾ വെറും കോംറേഡ്സ് മാത്രമാണ് എന്നവൻ പറഞ്ഞപ്പോൾ എനിക്കും സുനിനും ഇടയിൽ ഇതേ കോംറേഡ്ഷിപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്കിടയിലും മോശമായ ബന്ധമൊന്നുമില്ല എന്ന് പ്രിൻസസും പറയുന്നു. പിന്നെ അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവൻ ശ്രദ്ധ ഒന്ന് മാറിയ സമയത്ത് ഷാങ്യു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ലീവെട്ടെന്ന് അവൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ച് നേരെ ഇരുന്നത് കണ്ടപ്പോൾ അവൾ ചിരിക്കുന്നു. നിങ്ങൾക്കിടയിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താണെന്ന് അവൾ അവനെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സുൻ അങ്ങോട്ടേക്ക് വന്നത്. സുൻ വന്നു ലീ പറഞ്ഞിട്ട് പ്രിൻസസ് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ താൻ അവനെ പറ്റിച്ചതുപോലെ അവനെ തന്നെ പറ്റിക്കുകയാണ് എന്നാണ് അവൾ കരുതിയത്. ഇവരുടെ വിവാഹം ഒഫീഷ്യലായിട്ട് തീരുമാനിച്ചിരിക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ സുനിന് ചെറിയ അസൂയ ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് പ്രിൻസസ് ഇവിടെ കാണുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ശരിക്കും അവൻ അവിടെ ഉണ്ട് എന്ന് പ്രിൻസസിന് മനസ്സിലാവുന്നത്. അതോടെ അവന് അസൂയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസസ് ലീയോട് താല്പര്യമുള്ളതുപോലെ അവൻ്റെ വെങ്കാറിനുള്ള പേരൊക്കെ വിളിച്ചിട്ട് നീ നന്നായി കെയർ ചെയ്യണം, അടുത്ത തവണ ഡ്രസ്സ് ചെയ്യാനായിട്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവൻ്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചിട്ട് വെറുതെ അവിടെ നിന്ന് 1 മുതൽ 5 വരെ എണ്ണുന്നുണ്ട്. അവനോട് അനങ്ങാതിരിക്കാനൊക്കെ പറയുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സുനിന് അസൂയ ട്രിഗർ ആവുന്നുണ്ട്. പ്രിൻസസ് പക്ഷേ അവനെ മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു.
ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുൻ അവൾക്ക് പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തട്ടി വീഴേണ്ടതുമായിരുന്നു. വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ പിന്നെയും അവൾക്ക് പിന്നാലെ ഓടുന്നു. പക്ഷേ പ്രിൻസസ് ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അവളുടെ മുറിയിലേക്ക് എന്നിട്ട് വാതിലടയ്ക്കാനും പറയുന്നുണ്ട്. സുൻ വാതിലടയ്ക്കാൻ സമ്മതിക്കാതെ അവൻ്റെ ഒരു കാൽ വാതിലിനിടയിൽ കയറ്റി വെക്കുന്നു. പക്ഷേ പ്രിൻസസിൻ്റെ സെർവൻറ്റ് അത്യാവശ്യം സ്ട്രോങ് ആയിരുന്നു. അവൾ അവൻ്റെ കാല് ഞെരിച്ചമക്കി തട്ടി പുറത്തെറിഞ്ഞിട്ട് വാതിലടയ്ക്കുന്നുണ്ട്. സുൻ കാല് നന്നായി വേദനിക്കുന്നത് പോലെ അവിടെ നിന്ന് കരയാനൊക്കെ തുടങ്ങുന്നുണ്ട്. അത് കേട്ട് പ്രിൻസസ് ശരിക്കും അവന് വേദനിച്ചു എന്ന് കരുതി ഓടിച്ചെന്ന് വാതിൽ തുറക്കുന്നു. എന്നിട്ട് അവൻ്റെ കാല് പരിശോധിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ മാറി നിൽക്കുന്നുണ്ട്. നീ പിന്നെയും എന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിച്ച് പ്രിൻസസ് പിന്നെയും ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അവൻ പിറകെ ചെല്ലുന്നു. അവൾക്ക് ലീഹാനോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഫീലിങ്സ് കുന്തം, എനിക്ക് അവനോട് ഒരു താല്പര്യവുമില്ല. എനിക്ക് നിന്നോടും ഒരു താല്പര്യവുമില്ല. ഇത് ചോദിക്കാനാണോ നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ പ്രിൻസസ് മുന്നോട്ട് ചെന്നുകൊണ്ട് ചോദിക്കുന്നു. പുറയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സുൻ ഈ സമയം മുറുക്കി പുറത്തായി കഴിഞ്ഞിരുന്നു. അവന് പെട്ടെന്ന് അവളോട് എന്ത് പറയണമെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ നിനക്ക് എന്നോട് താല്പര്യമില്ലെങ്കിൽ ദയവേത് ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ പ്രിൻസസ് ഡോർ ക്ലോസ് ചെയ്യുന്നു. അവന് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്താണ് എനിക്കിത് പറയാൻ പറ്റാത്തതെന്നൊക്കെ സുൻ സ്വയം കുറ്റപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. ഷാങ്യു അവളുടെ മൈൻഡ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാവുമായിട്ട് ഒരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പലതവണ ബാവു അവളെ തോൽപ്പിക്കുന്നു. അവൾ അത്രയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതെന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാവു വീണ്ടും ഒരു ഫൈറ്റിന് തുടങ്ങിയപ്പോഴേക്കും ലീ അങ്ങോട്ടേക്ക് എത്തുന്നു. ഷാങ്യുവിൻ്റെ കമ്പൗണ്ട് ലീക്ക് തല്ലിയിട്ടേണ്ടായിരുന്നു. എന്തായാലും ഷൗറാൻ തക്ക സമയത്ത് തടഞ്ഞതുകൊണ്ട് അടി അവൻ്റെ മുഖത്ത് കിട്ടിയില്ല. ഞാനൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നതാണെന്ന് ലീ അവളോട് പറഞ്ഞപ്പോഴേക്കും ബാവുവും ബാക്കി 3 പേരും കൂടി അവളുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പം ആൻറ്റി പോയ സ്ഥാനത്തേക്ക് ആൻറ്റി കാങ്ങിൻ്റെ ചെറുമാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും എപ്പോഴും അവളുടെ കൂടെ ഈ 4 പേർ സംഘം കാണും. ബാവയ്ക്ക് ലീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ അടുത്തേക്ക് വരുന്നത് ഇഷ്ടമല്ല. നിൻ്റെ മാറ്റ് ലോക്കൽ ഹസ്ബൻഡ് കണക്കാ, ഇവൻ അതിനേക്കാളും കണക്കാണെന്ന് ബാവ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഞാനിന്ന് അത്ര നല്ല മൂഡിലല്ല, അതുകൊണ്ട് നീ പോയിക്കാളാൻ പറഞ്ഞ് ഷാങ്യു അവനെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ഇങ്ങനെ മിലിറ്ററി പവറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഇവിടുത്തെ മിലിറ്ററി സിറ്റുവേഷൻ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചാണ് വന്നതെന്നൊക്കെ ലീ പറയുന്നത്. പക്ഷെ ബാവോയ്ക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. യാൻഷങ് അവിടെ ഇല്ലാത്ത ചാൻസ് മുതലെടുത്ത് ഇവൻ ആ ഗ്യാപ്പിൽ കയറി പറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് ബാവു പറയുന്നുണ്ട്. പക്ഷേ ഷാങ്യുവിന് അത് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ മാപ്പ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വരണ്ട, ഞാൻ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ലീക്കൊപ്പം പോകുന്നു. പക്ഷേ ഞങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ റെപ്യൂട്ടേഷൻ ആര് നോക്കുമെന്ന് പറഞ്ഞിട്ട് വാല് പോലെ 4 പേരും അവളുടെ കൂടെ തന്നെ ചെല്ലുന്നുണ്ട്. ബാവോ ലീയുടെയും ഷാങ്യുവിൻ്റെയും കൂടെ ഇടയ്ക്ക് ഇരിപ്പുറപ്പിക്കുന്നുണ്ട്. ബാക്കി 3 പേരും സൈഡിലായിട്ടിരിക്കുന്നു. ആദ്യമൊക്കെ ഇവർ 3 പേരും അവിടെ ഇരുന്ന് ഈ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഉറങ്ങാൻ തുടങ്ങുന്നു. അവസാനം ഷാങ്യു മാത്രമാവുന്നുണ്ട്. ബാക്കി എല്ലാവരും ഉറക്കം പിടിക്കുന്നു. ഇടയ്ക്ക് എന്തോ വായിച്ചപ്പോൾ ഷാങ്യു ആവേശത്തോടെ മേശപ്പുറത്തൊന്ന് തട്ടുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഫുഡ് കഴിക്കാൻ സമയമായെന്ന് കരുതി എല്ലാവരും കൂടി ചാടി എഴുന്നേൽക്കുന്നു. ലീക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല തിരക്കാണ്. അതുകൊണ്ട് അവളെ ഇങ്ങനെ പഠിപ്പിക്കാനൊന്നും സമയമില്ല. അത് കാരണം അവളെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് ലീ എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം മുതൽ ഷാങ്യുവിനെ പഠിപ്പിക്കാനായിട്ട് ഒരു ടീച്ചർ അവിടെ എത്തുന്നുണ്ട്. ഷാങ്യുവിൻ്റെ പഠിത്തത്തിൻ്റെ ബുദ്ധിയുടെ ലെവൽ എത്രയാണെന്ന് നമുക്കറിയാമല്ലോ. മുമ്പ് മജിസ്ട്രേറ്റിന് മുന്നിലൊരു നിവേദനം വായിക്കുന്നതിന് വേണ്ടി യാൻഷങ് എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. ഈ വന്ന ടീച്ചർക്ക് ഷാങ്യുവിനെ പഠിപ്പിച്ച് ഭ്രാന്താവുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഓരോ സെൻറ്റൻസിനും അവൾ തൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഓരോ അർത്ഥം കണ്ടെത്തി കമ്പയർ ചെയ്ത് പറയുന്നു. പക്ഷെ ടീച്ചർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ലായിരുന്നു. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച് അങ്ങനെ തലയ്ക്ക് അതോടെ പുകയൊക്കെ വരുന്നുണ്ട്. പഠിത്തം എങ്ങനെ പോകുന്നുവെന്ന് നോക്കാനായിട്ട് ഇടയ്ക്ക് ലീ അങ്ങോട്ടേക്ക് വരുന്നു. മാസ്റ്ററുടെ അവസ്ഥ കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. ഷാങ്യു ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, അവളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ലാതെ പോയി എന്നൊക്കെ മാസ്റ്റർ ലീയോട് നിസ്സഹായതയോടെ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് നാളെ വരുമ്പോൾ വേറൊരു ടോപ്പിക്ക് പഠിപ്പിക്കണേ എന്ന് ഷാങ്യു പറയുന്നത്. അത് കേട്ടത് അദ്ദേഹം വീണ് പോകുന്നുണ്ട്. ഒരു വിധത്തിൽ ചാടി എഴുന്നേറ്റ് അദ്ദേഹം അവിടുന്ന് ഓടിപ്പോകുന്നു. അദ്ദേഹം അന്ന് പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ലെന്നാണ് പറയുന്നത്. എന്തായാലും ലീക്ക് ഈ ഓട്ടം കണ്ടപ്പോൾ നാളെ അദ്ദേഹം വരില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ വേറെ ടീച്ചർ അന്വേഷിക്കാൻ അവൻ അപ്പോൾ തന്നെ പറയുന്നു. അടുത്ത ദിവസം മുതൽ പല പേരുകളുടെ ടീച്ചർമാരും ഷാങ്യുവിനെ പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും മതിയാവുന്നു. അങ്ങോട്ട് ടിപ് ടോപ്പിൽ പോകുന്ന ടീച്ചേഴ്സൊക്കെ തിരിച്ചു വരുന്നത് ഭ്രാന്തന്മാരെ പോലെയാണ്. അധികം വൈകാതെ പഠിപ്പിക്കാനുള്ള സ്റ്റുഡൻറ്റ് അവളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ടീച്ചേഴ്സൊന്നും ആ വഴിക്ക് വരാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു കാര്യങ്ങൾ. അവൾക്ക് വേണ്ടി ഒരു ടീച്ചറെ ഹയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലീ പ്രത്യേകം നോട്ടീസൊക്കെ അടിച്ചിറക്കുന്നുണ്ട്. എന്നിട്ട് വലിയ പ്രതിഫലവും വാഗ്ദാനം ചെയ്യുന്നു. പ്രതിഫലം ഓരോ മണിക്കൂർ വെച്ച് കൂട്ടിയിട്ട് പോലും ആരും ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അവസാനം അവൻ തന്നെ അവളെ പഠിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഷാങ്യുവിനെ പഠിപ്പിക്കാൻ ഒരുങ്ങിയിറങ്ങിയ ലീ 3ാമത്തെ ദിവസം ICUലാവുന്നുണ്ട്. അവൻ്റെ ഇൻറ്റേർണൽ ഇഞ്ചുറീസൊക്കെ ഇത്രയ്ക്ക് കൂടിയത് എങ്ങനെയാണെന്ന് അവനെ ചെക്ക് ചെയ്തപ്പോൾ പ്രിൻസസ് ചോദിച്ചു പോകുന്നു. ആ ഒരവസ്ഥയിലും സമയം വൈകുന്നു. ഞാൻ ഷാങ്യുവിനെ പഠിപ്പിക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ലീ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്നുണ്ട്.
ഷൗറാൻ അവനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് തൽക്കാലം ഇതിൽ നിന്ന് പിന്മാറി അവൻ റെസ്റ്റ് എടുക്കാൻ പറയുന്നു. പ്രിൻസസും അവനോട് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് ഷാങ്യോ അങ്ങോട്ടേക്ക് എത്തുന്നു. ഒളിച്ചൊളിച്ചാണ് അവൾ അവൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത്. അവളെ കണ്ട് അവൻ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ അവനോട് അതിൻ്റെ ആവശ്യമില്ലെന്ന് അവൾ പറയുന്നു. എന്താണ് എൻ്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മാസ്റ്റർ തവ എന്നെ കുറേ കാലം മുമ്പ് ശിഷ്യയാക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം എന്ത് കണ്ടിട്ടാണോ അതിന് തയ്യാറായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നവൾ പറഞ്ഞപ്പോൾ, ഗ്രാൻഡ് മാസ്റ്ററൊക്കെ വലിയ ആളല്ലേ, എനിക്ക് അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തിൻ്റെ അത്രയും കഴിവൊന്നുമില്ല. അദ്ദേഹം നിൻ്റെ കഴിവ് കണ്ടിട്ട് തന്നെ ആയിരിക്കും നിന്നെ സ്റ്റുഡൻ്റായിട്ട് അംഗീകരിക്കാൻ തയ്യാറായതെന്ന് ലീ അവളെ സമാധാനിപ്പിക്കാനായി പറയുന്നു. ഷാങ്യോ അത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞാലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. വയസ്സാം കാലത്ത് വെറുതെ ആ മനുഷ്യനെ ടോർച്ചർ ചെയ്യേണ്ടെന്ന് ലീ പെട്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും താൻ തനിയെ കുറേശ്ശെ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചോളാമെന്ന് ഷാങ്യോ പറയുന്നു. അങ്ങനെ അവൾ റൂമിൽ പോയിരുന്ന് പുസ്തകമൊക്കെ വായിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. ഇടയ്ക്ക് ഉണർന്നപ്പോൾ അവളുടെ കൈ തട്ടി ഒരു ബുക്ക് താഴേക്ക് വീഴുന്നു. ആ സമയത്ത് അവൾക്ക് പെട്ടെന്ന് യാൻഷിങ്ങിനെ ഓർമ്മ വരുന്നുണ്ട്. മുമ്പ് ലിനാനിലായിരുന്ന സമയത്ത് അവൻ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കഷ്ടപ്പെട്ട് നോട്ട്സൊക്കെ എഴുതി റെഡിയാക്കിയിട്ടാണ് അവൻ അന്നത് ചെയ്തത്. അത്രയും ക്ഷമ ഇവിടെ ആർക്കും ഇല്ലല്ലോ എന്നൊക്കെ ഷാങ്യോ ഇപ്പോൾ ചിന്തിക്കുന്നു. അവനെ അവൾക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവൻ പഠിപ്പിച്ചപ്പോൾ മാത്രം എനിക്ക് എന്താ കാര്യങ്ങൾ മനസ്സിലായത്, അവനിപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് അവൾ അവനെ ഓർത്തുകൊണ്ട് കിടക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.